വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു നുറുക്ക് വിദ്യയുടെ വീഡിയോ എന്ന് പറയാം കേട്ടോ. അപ്പം ആക്ച്വലി നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ബട്ടർ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത്. ആക്ച്വലി കഴിഞ്ഞ ദിവസം ജന്മാഷ്ടമിയുടെ അന്ന് എനിക്ക് കണ്ണൻ നേദിക്കാനായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ബട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വാങ്ങിക്കാനും മറന്നുപോയി. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു, ബട്ടർ മാത്രം വാങ്ങിക്കാൻ മറന്നുപോയി. ആ സമയത്ത് കടയ്ക്ക് ഓടാനൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കിട്ട് ഇതൊന്നും ഇട്ടിട്ട് പോകാനും പറ്റില്ല. മോനും ഉണ്ടായിരുന്നു ഒന്ന്, മോന് ജന്മാഷ്ടമിയായിട്ട് ലീവായിരുന്നു. അപ്പോൾ ഓടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടോ. അപ്പം റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒന്ന് കണ്ടു ഇൻ്റർനെറ്റിൽ, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. നല്ല സക്സസ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പോരാത്തതിന് നമ്മളുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് കണ്ണൻ നേദിക്കുന്ന ഒരു സന്തോഷം കൂടി, അത് വേറെ അല്ലേ. അപ്പം ഭഗവാനെ നേദിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാനെന്ന് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അത് ലോങ് വീഡിയോയിലും കൂടി പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ആർക്കെങ്കിലും പെട്ടെന്ന് വെണ്ണ വേണം, ബട്ടർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? വെണ്ണ ഇഷ്ടമാണോ എല്ലാവർക്കും? നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടേ നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് RKGയുടെ നെയ്യാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഈ ശുദ്ധമായിട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നെയ്യ് ഉണ്ടെങ്കിൽ അതാട്ടോ ബെസ്റ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യം വേറെ എവിടെ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് കിട്ടില്ല. അപ്പം എനിക്കിവിടെ അതിനൊന്നുള്ള സമയവും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ RKG നെയ്യാട്ടോ വാങ്ങിച്ചത്. അപ്പം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഐസ് ബ്ലോക്സ് ആണ്. ഞാൻ എൻ്റെ ഫ്രിഡ്ജൊക്കെ മഹാമോശമായിട്ട് കിടക്കുകയാണ്, ആരും ചീത്ത വിളിക്കരുത് ദയവേത്. അപ്പം ഞാൻ ഐസ് ബ്ലോക്കാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ഐസ് ബ്ലോക്സ് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് റബ്ബ് ചെയ്യാം, മിക്സ് ചെയ്യാതെ നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിക്കായിട്ടുള്ള വെണ്ണ കിട്ടും കേട്ടോ. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. സത്യം പറയാലോ, എനിക്കിതറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. അപ്പം അത്രയും തിക്കായിട്ടുള്ള വെണ്ണയാണ് കിട്ടുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുങ്കുമപ്പൂവും വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. അപ്പം ഇത് ദൈവത്തിനായതുകൊണ്ട് കുറച്ച് കളർഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം ഞാൻ കുറച്ച് ബദാമും കുങ്കുമപ്പൂവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയൂ കേട്ടോ.